ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് കുട്ടികൾക്കൊക്കെ. ആ സമയത്ത് ഒരു സ്റ്റേക്കേഷൻ ആയാലോ, അതായത് ഒരു കുഞ്ഞു ട്രിപ്പ് പോയ വീഡിയോ ആണിത്. ഒത്തിരി ദൂരത്തേക്കൊന്നുമല്ല, അടുത്ത് തന്നെ എലിക്സർ ക്ലിഫ് ബീച്ച് റിസോർട്ട് വർക്കലയാണ് പോയത്. അപ്പോൾ ഒരു സ്റ്റേക്കേഷൻ പോലെ 1-2 ദിവസം ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട്, അധികം കറങ്ങി നടത്തൊന്നുമില്ലാതെ റൂമിൽ തന്നെ ഇതുപോലെ രാവിലെ ബീച്ച് വ്യൂ ഒക്കെ ഇങ്ങനെ കണ്ട് നമ്മുടെ ബാൽക്കണിയിലൊക്കെ ഇരുന്ന് നല്ല ഫ്രഷ് ആൻഡ് കാം ആയിട്ടൊന്ന് ലൈഫ് റീസ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കുഞ്ഞ് സ്റ്റേക്കേഷൻ. ഇതിപ്പോൾ രാവിലെ ഒരു 6-6:30 ആയിട്ടുള്ള സീനാണ്. അപ്പം ആരും തന്നെ എഴുന്നേറ്റ് അധികം ബഹളമൊന്നും ആയിട്ടില്ല. അപ്പോൾ ജസ്റ്റ് ബീച്ച് വ്യൂ ഉള്ള റൂം തന്നെയാണ് സെലക്ട് ചെയ്യുക. അതുകൊണ്ട് നല്ലതുപോലെ കാമായിട്ട് കുറേ നേരം ഇങ്ങനെ ബാൽക്കണിയിൽ വന്നിരിക്കാൻ പറ്റും. അപ്പോൾ എഴുന്നേറ്റ് ഞാൻ മാത്രമേ എഴുന്നേറ്റിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എഴുന്നേറ്റ് കുറച്ച് നേരം സമാധാനത്തോടെ ഇരിക്കാമെന്ന് കരുതി. ഇതിൻ്റെ കൂടെ നമുക്കൊരു ചായയൊക്കെ കുടിച്ച് കൂളായിട്ടിരിക്കാൻ പറ്റിയൊരു നല്ല അറ്റ്മോസ്ഫിയറാണ്. കാരണം ഒത്തിരി ബഹളമൊന്നും ഇല്ലാത്ത സമയമാണല്ലോ ഈ പുലർച്ചെ എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ ഞാൻ വേഗം തന്നെ ഓടി അകത്തേക്ക് പോയിട്ട് ഒരു ടീ ഉണ്ടാക്കി കുടിക്കാമെന്ന് കരുതി. എവിടെ പോയാലും ഇതുപോലെ പ്രിപ്പയർ ചെയ്ത് ഉണ്ടാക്കുന്ന ടീക്ക് എനിക്ക് അത്ര അങ്ങോട്ട് ടേസ്റ്റ് തോന്നാറില്ല. ഇപ്പോൾ എത്ര പാക്കറ്റ് പാൽപ്പൊടി ഇട്ടാലും ഏകദേശം ഒരു വെള്ളം പോലെ ഇരിക്കുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഈ സമയത്താണ് ഞാൻ പണ്ട് ഉണ്ടാക്കിയ ഇൻസ്റ്റൻറ്റ് ടീ പൗഡറിനെ കുറിച്ച് എനിക്ക് ഓർമ്മ വന്നത്. അതെന്തെങ്കിലും കരുതിയിരുന്നെങ്കിൽ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ടീ ആക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കാം. അപ്പോൾ അങ്ങനത്തെ ടീ ഒക്കെ ആകുമ്പോൾ നമ്മുടെ വീട്ടിലെ സ്വാദിൽ തന്നെ നമുക്ക് കുടിക്കാൻ പറ്റും. പിന്നെ ഇപ്പോൾ വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് 2-3 പാൽപ്പൊടിയൊക്കെ ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട്. കാരണം എനിക്ക് ആ ഒരു വെള്ളം കണക്കുള്ള ടേസ്റ്റ് കിട്ടാതിരിക്കാൻ. എത്രയൊക്കെ ചെയ്താലും ഇങ്ങനെ ഉണ്ടാക്കുന്ന ചായക്ക് അത്ര അങ്ങോട്ടൊരു ടേസ്റ്റ് ഒത്തു വരാറില്ല. ചായ കൊണ്ട് നേരെ ബാൽക്കണിയിലോട്ട് പോയിട്ടുണ്ട്. അവിടെ ഇരുന്ന് നന്നായിട്ട് വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ചായ കുടിക്കാമെന്ന് കരുതി. അങ്ങനെ സൂപ്പറായിട്ടൊരു മോർണിംഗ് ആണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് നേരം റിലാക്സ് ചെയ്ത്, കാരണം ഹസ്ബൻഡ് കുഞ്ഞൊന്നും എഴുന്നേറ്റില്ല, പുറമേയും തിരക്കൊന്നുമില്ല. അങ്ങനെ കുറച്ച് നേരം റിലാക്സ്ഡ് ആയിട്ടിരിക്കാൻ പറ്റി. അപ്പോൾ എല്ലാം ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സ്റ്റാർട്ടിങ് നമുക്ക് ഡേയിൽ എപ്പോഴും നല്ലതല്ലേ. അതുപോലൊരു സ്റ്റാർട്ടിങ്. ഏകദേശം ഒരു 7:30-8 മണിയൊക്കെ ആകുമ്പോഴേ ആ ഒരു പൂളിനടുത്തേക്ക് ഒന്ന് ലൈവായിട്ട് വരത്തുള്ളൂ. കാര്യം 8 മണി 8:30-ഒക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. നമുക്ക് ഒബ്വിയസ്ലി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ സമയം ആയി വരുമ്പോഴേ എല്ലാവരും ഉറക്കം എഴുന്നേറ്റ് റൂമിന് വെളിയിലോട്ടൊക്കെ വരുള്ളൂ. പുലർച്ചെയൊന്നും ആരും എഴുന്നേക്കാറില്ല. കൂടുതൽ ഫോറിനേഴ്സാണ്, നോർത്ത് ഇന്ത്യൻസും ഒക്കെ ഉണ്ട് അവിടെ. അപ്പോൾ അധികം ബഹളമൊന്നുമില്ല. രാവിലെ നമുക്ക് കാമായിട്ടിരിക്കാൻ പറ്റും. കുറച്ച് ഉള്ളിലോട്ടും കൂടി ആയതുകൊണ്ട് വലിയ സിറ്റിയുടെ പോലത്തെ ഒരു ബഹളമൊന്നും ഇല്ലാതെ നല്ല കാമായിട്ടിരിക്കാം. അപ്പോൾ ഒരു സ്റ്റേക്കേഷൻ പോലുള്ള കാര്യത്തിനൊക്കെ പറ്റിയൊരു റിസോർട്ടാണ്. ഇനി നേരെ പ്രഭാത കൃത്യങ്ങളിലേക്ക് കടന്നിരിക്കുകയാണ്. ഞാൻ ചായ പല്ല് തേക്കുന്നതിന് മുമ്പേ കുടിക്കും. അത് മോശമാണോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അതാണ് എൻ്റെ ഒരു ശീലം. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് പല്ലുതേപ്പ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. എനിക്ക് ഉറക്കം എഴുന്നേറ്റുടനെ ഫസ്റ്റ് ചായ കുടിക്കുന്ന ശീലമായിപ്പോയി. അതുകൊണ്ട് അങ്ങനെ അതെല്ലാം ഇങ്ങനെ കഴിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് ഇനി ബാക്കി ഓരോരുത്തരായിട്ട് ഇപ്പോൾ എഴുന്നേറ്റ് വന്ന് തുടങ്ങുമല്ലോ. അങ്ങനെ കുഞ്ഞു കുഞ്ഞു അനക്കമൊക്കെ തട്ടിത്തുടങ്ങിയപ്പോൾ മോളും ഹസ്ബൻഡും എല്ലാം ഉറക്കം എഴുന്നേറ്റിട്ടുണ്ട്. അവൾ നേരെ ബാൽക്കണിയിലോട്ടാണ് പോയത്. വേറൊന്നും കൊണ്ടല്ല, പൂള് കണ്ടാൽ അവൾക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ടേക്കൊരു ശ്രദ്ധയാണ്. ഇങ്ങനെ എപ്പോൾ ഇറങ്ങണം എന്നല്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉറക്കം എഴുന്നേറ്റ് ആദ്യം തന്നെ അങ്ങോട്ട് പോയി നിൽപ്പുണ്ട്. ഇനി അവളെയും ഒന്ന് ഫ്രഷ് ആക്കി എടുത്തിട്ട് വേണം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാനായിട്ട് പോവാൻ. അപ്പോൾ പുള്ളിക്കാരി ആ ഉറക്ക ചടവിൽ തന്നെയാണ്. അവസാനം അവിടെയുള്ള ഒരു കസേരയിലോട്ടൊക്കെ കിടന്നു. അങ്ങനെ അവിടുന്ന് ഞാൻ എടുത്ത് കുളിപ്പിച്ച് ഫ്രഷ് ആക്കി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇനി അടുത്ത എയിം.
കുറച്ചധികം നേരത്തെ യുദ്ധത്തിന് ശേഷമാണ് മോളെ ഒന്ന് ഫ്രഷ് ആക്കി എടുത്തത്. അങ്ങനെ അവളെ ഫ്രഷൊക്കെ ആക്കിയിട്ട് നമ്മളെല്ലാവരും ഒന്ന് റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. അങ്ങനെ കുറച്ച് നേരം റൂമിലൊന്ന് സ്പെൻഡ് ചെയ്തിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇറങ്ങി. ഇതാണ് ഞങ്ങളുടെ റൂം ഉണ്ടായിരുന്നത്. അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു, കുഴപ്പമൊന്നുമില്ലാത്ത സൗകര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ റൂമിൽ നിന്ന് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്. ഒബ്വിയസ്ലി കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അങ്ങനെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ചെന്ന് നന്നായിട്ട് കഴിക്കാം എന്നുള്ളൊരു ഓർമ്മയിൽ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ നല്ല വ്യൂ ആണ്, അവിടെ നല്ല രീതിയിലെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു റിസോർട്ട് മൊത്തത്തിൽ അവിടെ ഒരുപാട് മീനുകളും കുഞ്ഞുങ്ങൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര അത്ഭുതമാണ് അവിടെ വരുമ്പോഴത്തേക്കും. അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. അപ്പോൾ പോണ വഴിക്കുള്ള കുറച്ച് വ്യൂസും കൂടി കാണിച്ചു തരാം. അതായത് അവിടുത്തെ ഈ കുഞ്ഞുങ്ങളൊക്കെ റെസ്റ്റോറൻറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇതടക്ക് കുളം കണക്ക് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നല്ല സൂപ്പറായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് മൊത്തത്തിൽ. വലിയ ബഹളമൊന്നുമില്ല. ഫോറിനേഴ്സും അതുപോലെ തന്നെ ടൂറിസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു വലിപ്പം കൊണ്ടാണോ എന്ന് അറിയത്തില്ല, റിസോർട്ടിൽ നമുക്കൊരു ബഹളം പോലെ ഫീൽ ചെയ്യത്തേയില്ല. റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലാണെങ്കിലും ഒട്ടും തന്നെ ബഹളമില്ല. വളരെ കാമായിട്ട് തന്നെ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലായിട്ട് കുറേ കുഞ്ഞുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ മോൾ ആദ്യമായിട്ടാണ് ആമയെ കാണുന്നത്. അങ്ങനെ രണ്ട് ഇങ്ങനെ വന്ന് വെള്ളത്തിൽ നിന്ന് മുകളിലേക്ക് തലയൊക്കെ ഇട്ടിരിക്കുന്നു. അവളത് നന്നായിട്ട് കണ്ട് എൻജോയ് ചെയ്ത് കുറേ നേരം അവിടെ നിന്നു. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇപ്പം ബുഫറ്റ് ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ലൈവായിട്ട് ദോശ, ഓംലെറ്റൊക്കെ ചുട്ട് തരും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്താണ് വേണ്ടത് ആ രീതിയിൽ നമ്മൾ ഒബ്വിയസ്ലി കുറച്ച് ഐറ്റംസ് ഒക്കെ എടുക്കുമല്ലോ, ഒന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കാൻ. ഇനി 1-2 ദിവസം നിൽക്കുമ്പോൾ റെസ്റ്റോറൻറ്റിൽ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പോൾ ഇത് ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് അത് ഒരുവിധം ഐറ്റംസൊക്കെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കും. അങ്ങനെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എടുത്ത ഐറ്റംസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് ഞങ്ങളെല്ലാം ഒരുവിധം കഴിച്ച് തീർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം വയറൊക്കെ നല്ല ഫില്ലായി. ഇനി കുറച്ച് നേരം അവിടെ ലോണുണ്ട്, അത് കുറേ ഏരിയ ഉണ്ട് കുഞ്ഞുങ്ങൾക്ക് ഓടിക്കളിക്കാനൊക്കെ ആയിട്ട്, നല്ല ഏരിയ ഉണ്ട്. അപ്പം അവിടെ കുറച്ച് നേരം മോളൊക്കെ ആയിട്ട് നിന്ന് വയറിന് കുറച്ച് ആശ്വാസം കൊടുത്തിട്ട് റൂമിലേക്ക് പോകാമെന്ന് കരുതി. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി നിന്നിട്ടാണ് പിന്നീട് റൂമിലേക്ക് പോയത്. ആ വ്യൂ ഒക്കെ ഇപ്പോൾ കാണിച്ചു തരാം. ഇവിടെ നമുക്ക് ബർത്ത്ഡേ പാർട്ടീസൊക്കെ സെലിബ്രേറ്റ് ചെയ്യാം. ഇവിടെ വന്ന് ഒരു റൂമൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബർത്ത്ഡേ പാർട്ടീസൊക്കെ അവർ അറേഞ്ച് ചെയ്തൊരു ബലൂണൊക്കെ സെറ്റ് ചെയ്ത്. ഓൾറെഡി ഞങ്ങൾ ഞങ്ങൾ 1-2-3 ദിവസം നിന്നിട്ടുണ്ടായിരുന്നു. ഒരു 2 ബർത്ത്ഡേ പാർട്ടി അവിടെ ഓൾറെഡി നടന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അടുത്ത കുറച്ച് പേര് മാത്രം വച്ചിട്ട് ഒന്ന് പ്രൈവറ്റായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ് ഇവിടെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു ബീച്ച് വ്യൂ ആണ്. ഇത് പ്രൈവറ്റ് ബീച്ച് ഉണ്ട് ഇവർക്ക് തന്നെ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് റിസോർട്ടിൽ നിന്ന് തന്നെ ഡയറക്റ്റ് ബീച്ചിലോട്ട് പോകാനൊരു വഴിയൊക്കെ ഉണ്ട്. അത് ഞാൻ വഴിയേ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വ്യൂ ആണ് ഏറ്റവും കൂടുതൽ. ഇവിടെ നമുക്ക് ഈവനിങ്ങിൽ ചായ സ്നാക്സൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കണക്ക് കുറച്ച് കുഞ്ഞു ഹട്ട് കെട്ടിയിട്ടിട്ടുണ്ട് ഈ ഒരു വ്യൂവിൽ. അപ്പോൾ നമുക്ക് അവിടെ നിന്നിട്ട് കുറച്ച് നേരം ചായയൊക്കെ കുടിക്കാം. ഇതിപ്പോൾ ഞാനും മോളും കൂടെ ഊഞ്ഞാലാടണമെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നേരം അവളുമായിട്ടൊന്ന് കളിക്കുവാണ്.
ഇത് കഴിഞ്ഞിട്ട് പൂളിൽ ഇറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ച് ഉടനെ പൂളിൽ ഇറക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് നേരം ഒന്ന് ഓടി കളിച്ചൊക്കെ നിന്ന് കഴിഞ്ഞാൽ വയറൊന്ന് സെറ്റായി കിട്ടുമല്ലോ. അതിന് ശേഷം ഇറക്കാനുള്ള ഒരു പരിപാടിയിലാണ് ഇങ്ങനെ ഓടി നടക്കുന്നത്. നേരെ കാണുന്ന വേ ടു ബീച്ച് എഴുതിയിരിക്കുന്ന ആ ഒരു പോർഷനിൽ അണ്ടർഗ്രൗണ്ട് ഒരു റൂട്ടുണ്ട് പോകാനായിട്ട്. അപ്പോൾ അതിൽ അണ്ടർഗ്രൗണ്ടിലൂടെ നമുക്ക് പോയി കഴിഞ്ഞാൽ നേരെ ബീച്ചിൽ ചെന്ന് ഇറങ്ങാൻ പറ്റും. കുറച്ച് ബുദ്ധിമുട്ടുള്ള വഴിയാണ്, ഇറങ്ങാൻ നല്ല സ്മൂത്താണ്, കയറാനായിരിക്കും ബുദ്ധിമുട്ട്. എന്നാലും നല്ലൊരു ഓപ്ഷനാണ്. പ്രൈവറ്റ് ബീച്ച് ആകുമ്പോൾ അധികം തിരക്കില്ലാതെ നമുക്ക് കുറേ സമയം അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നീട് മോള് സ്വിം സ്യൂട്ടൊക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അവൾക്ക് പൂളിൽ ഇറങ്ങാനായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം പൂളിലൊക്കെ, അവൾക്ക് ആകെ ഇഷ്ടം പൂളിൽ ഇറങ്ങാൻ മാത്രമാണ്, അല്ലെങ്കിൽ ബീച്ചിൽ പോയിട്ട് മണ്ണിലൊക്കെ കളിക്കാനും കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരം പൂളിലൊക്കെ ഒന്ന് ഇരുത്താമെന്ന് കരുതി കുറേ നേരം നമ്മൾ പൂളിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പൂളിലൊക്കെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വിശക്കാൻ തുടങ്ങും. കാരണം നമുക്ക് ഒത്തിരി ബോഡി ആയാസപ്പെടുന്നത് വെള്ളത്തിൽ നിൽക്കുന്ന സമയത്താണ്. അങ്ങനെ പിന്നെ ഏകദേശം ഉച്ച സമയമായി റൂമിൽ വന്നപ്പോൾ നമ്മൾ ലഞ്ചൊക്കെ വേണമെങ്കിൽ ഓർഡർ ചെയ്ത് കഴിക്കുക, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കാം. ഒബ്വിയസ്ലി ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് ആയതുകൊണ്ട് നല്ല കോസ്റ്റ്ലിയാണ്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ലഞ്ച് നമുക്ക് പിന്നെ ഓർഡർ ചെയ്ത് കഴിക്കാം എന്നുള്ളതാണ്. കാരണം ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടേസ്റ്റ് അനുസരിച്ച് നമുക്ക് ടേസ്റ്റ് പിടിക്കും ഇല്ലേ എന്നുള്ളത് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഫുഡ് റൂമിൽ നിന്നാണ് കഴിച്ചത്. അതിന് ശേഷം കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഈവനിങ് ആയപ്പോൾ താഴേക്ക് പോയി വീണ്ടും. പിന്നെ അവിടുന്ന് ചായ, സ്നാക്സ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ബീച്ചിലേക്ക് പോകണം. ബീച്ചിൽ പോണതിന് മുമ്പായിട്ട് റെസ്റ്റ് എടുത്തിട്ടാണ് നമ്മളിപ്പോൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് റെസ്റ്റ് എടുത്തിട്ട് ഈവനിങ് ആയിട്ടാണ് ഇറങ്ങിയത്. അപ്പോൾ ജസ്റ്റ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നേരെ അങ്ങ് ബീച്ചിലേക്ക് പോകും. അപ്പോൾ സൺസെറ്റൊക്കെ കാണാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഇറങ്ങിയത്. അങ്ങനെ ചായ കുടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതുപോലെ കുഞ്ഞ് ഹട്ടുണ്ട് ബീച്ച് വ്യൂവിൽ. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന് തന്നെ ചായ, സ്നാക്സൊക്കെ അവർ കൊണ്ടുവരും. ഓർഡർ ചെയ്തിരുന്നാൽ മതി. അവിടെ കൊണ്ടുവന്നിരുന്ന് നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റും. ഒരു റിലാക്സേഷന് വേണ്ടിയിട്ടുള്ളൊരു കറക്റ്റ് സ്പോട്ടാണ് ഇവിടെ. പിന്നെ ഇവിടെ ബോഡി മസാജ്, സ്പാ, നമുക്ക് എന്ത് വേണമെങ്കിലും ഒരു പാർലറിൽ കിട്ടുന്ന ഒരുവിധ ഐറ്റംസ് എല്ലാം അവിടെ നമുക്ക് അവൈലബിൾ ആണ്. എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു ഫുഡ് മസാജ് അങ്ങനെ എല്ലാം നമുക്ക് അവിടെ കിട്ടും. അതിന് പ്രത്യേകം ക്യാഷ് പേ ചെയ്യണം. അപ്പോൾ നമ്മളിങ്ങനെ ബീച്ച് വ്യൂ ഒക്കെ കണ്ട് ചായയൊക്കെ കുടിക്കുമ്പോൾ മേളിൽ പാരാഗ്ലൈഡിങ് നടക്കുന്നുണ്ട്. ഇവിടെ ഏകദേശം സർഫിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പാരാഗ്ലൈഡിങ് മാത്രമേ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ കുറച്ച് നേരം ചായ, ഇപ്പം നമ്മളെയൊക്കെ സംബന്ധിച്ച് ചായ കുടിക്കുന്ന ടൈമാണല്ലോ ബെസ്റ്റ് ടൈം. അപ്പോൾ അത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും അവിടെ ചെന്നാൽ. ചായ കുടിയും കാര്യങ്ങളും കഴിഞ്ഞ് നേരെ അണ്ടർഗ്രൗണ്ട് പാതയിലേക്ക് പോവുകയാണ്. ഈ ഒരു റൂട്ട് വഴിയാണ് ഇനി ബീച്ചിലേക്ക് പോകേണ്ടത്. പോകാൻ നേരം നല്ല എളുപ്പമായിരുന്നു ഇറങ്ങിപ്പോകാൻ. തിരിച്ച് കയറിയപ്പോഴാണ് ശ്വാസം കിട്ടാത്ത അവസ്ഥയായത്. പോകുന്ന വഴി ജസ്റ്റ് ഒന്ന് സ്പീഡിൽ കാണിച്ചു തരാം.
അങ്ങനെ ഒരു വൻ യാത്രയ്ക്ക് ശേഷം ബീച്ചിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി നേരെ ബീച്ചിലേക്കാണ് ചെന്നിറങ്ങുന്നത്. നേരത്തെ പറഞ്ഞ പോലെ പ്രൈവറ്റ് ആയിട്ട് റിസോർട്ടിന് വേണ്ടിയുള്ള ഏരിയ ആയതുകൊണ്ട് അവിടെയും തിരക്കൊന്നുമില്ല. റിസോർട്ടിലുള്ളവർ മാത്രമേ, ഗസ്റ്റ് ടൂറിസ്റ്റുകൾ മാത്രമേ ഇവിടെ വരുള്ളൂ. അപ്പോൾ നമുക്ക് എൻജോയ് ചെയ്യാം. അപ്പം മോള് മണ്ണിൽ കളിക്കാൻ പോയി, ഹസ്ബൻഡ് വെള്ളത്തിൽ കളിക്കാൻ പോയി, ഞാൻ കല്ലും കക്കയൊക്കെ പറക്കി കരയിൽ തന്നെ നടക്കുവാണ്. നോർമലി പറയും കടൽ തീരത്തേക്ക് ചെന്നാൽ ഇതുപോലെ ചിപ്പി ഒന്നും പറക്കാൻ പാടില്ല. ഈ ഹെർമിറ്റ് ക്രാബ് പോലുള്ള കുഞ്ഞു കുഞ്ഞു ജീവികൾ അവരുടെ വാസസ്ഥലമായിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ഒഴിഞ്ഞ ചിപ്പികളാണെന്ന്. ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിൽ ഒരു റീല് കണ്ടിട്ടുണ്ട്, ഇതുപോലെ ചിപ്പികളൊക്കെ വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ചെയ്യാലോ എന്ന് കരുതി കുറേ പല വെറൈറ്റിയിൽ പല ഡിസൈനിലും ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് അവിടെ നിന്ന്. അപ്പോൾ അതെല്ലാം ഞാനിങ്ങനെ ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. മോൾക്ക് പിന്നെ ബീച്ചിൽ വന്നാൽ കടലിലേക്ക് പോകണം, തിരയിൽ ചവിട്ടണം, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അവൾക്ക് മണ്ണിൽ കളിച്ചാൽ മതി. അതുകൊണ്ട് അവൾ ഒരു സ്ഥലത്തിരുന്ന് കളിച്ചോളും. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സൺസെറ്റ് വരെ ഇങ്ങനെ അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ സൺസെറ്റ് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അപ്പോഴേക്കും മഴ സ്റ്റാർട്ട് ചെയ്തു. മഴയത്ത് ബീച്ചിൽ നിൽക്കാൻ നല്ല അടിപൊളി ക്ലൈമറ്റാണ്. മഴയത്ത് നിൽക്കുന്നതും നല്ല സൂപ്പറാണ്. പക്ഷേ സൺസെറ്റ് കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് നേരം മഴയത്ത് ബീച്ചിലൊക്കെ ഒന്ന് നിന്നിട്ട് നേരെ തിരിച്ച് ആ അണ്ടർഗ്രൗണ്ട് പാത വഴി തിരിച്ചു പോവുമായിരുന്നു. അങ്ങോട്ട് പോകുമ്പോൾ ഒരു കാരണവശാലും വീഡിയോ എടുക്കാൻ പറ്റില്ല, കാരണം ഇറങ്ങുന്ന അതേ സ്പീഡിന് നമുക്ക് കയറാൻ പറ്റില്ല. ഓൾറെഡി മഴയൊക്കെ ചെറുതായിട്ട് പെയ്യുന്നുണ്ട്, അതിൻ്റെ കൂടെ നല്ല കയറ്റാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ശ്വാസം പിടിച്ചങ്ങ് മേളിലെത്തി. എന്തായാലും നനഞ്ഞു. പിന്നെ കുളിച്ച് കയറാമെന്ന് കരുതി നേരെ ചെന്ന് പൂളിലോട്ടങ്ങ് പോയത്. പിന്നെ കുറേ നേരം പൂളിലൊക്കെ സ്പെൻഡ് ചെയ്തിട്ടാണ് റൂമിലേക്ക് തിരിച്ചെന്നത്. മഴ അപ്പോഴും തീർന്നിട്ടുണ്ടായിരുന്നില്ല, ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് ഡിന്നർ ഇതിപ്പോൾ മോൾക്ക് ഓർഡർ ചെയ്തിരുന്നതാണ്. അപ്പോൾ അവൾക്ക് എന്തായാലും മൊത്തം വേണ്ടാത്തത് കൊണ്ട് ബാക്കി ഞാനും ഹസ്ബൻഡും കൂടി കഴിച്ചു. അവളുടെ ബാക്കി കഴിച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് വയറ് നിറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് വേണ്ടി എടുത്ത ഫുഡിനെ ആര് കഴിക്കും എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി. പിന്നെ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തൊക്കെ കഴിച്ച് ഒരുവിധമൊക്കെ ഒതുക്കിയിട്ട് പിന്നെ അന്നത്തെ ഡേ അതുപോലെ അങ്ങ് കാം ആൻഡ് കൂളായിട്ടങ്ങ് പോയിട്ടുണ്ടായിരുന്നു. ഇതുപോലെ ബാൽക്കണിയിലേക്ക് വന്നിരുന്ന് പൂളും സീയും ഒക്കെ കണ്ട് കടലിൻ്റെ ഇരമ്പലൊക്കെ കേട്ട് ഫുഡ് കഴിക്കുക, അതൊക്കെ നമുക്ക് സീ കണ്ടുകൊണ്ട് ഉറക്കം എഴുന്നേൽക്കുക, ഇതൊക്കെ നമ്മൾ ഒരു ഡ്രീം ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ട് രാവിലെ കണ്ടതുപോലെ രാത്രി വീണ്ടും കാം ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറേ പേരൊക്കെ പൂളിൽ അപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഒരു കുഞ്ഞ് സ്റ്റേക്കേഷൻ്റെ വീഡിയോ. ജസ്റ്റ് റിലാക്സ്ഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇതൊരു 2-3 ദിവസം ഉള്ളതിൽ ഒരു ദിവസത്തെ വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.